രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മാമലക്കണ്ടം വഴി മാങ്കുളമൊക്കെ പോകുമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്ടോ. പക്ഷെ ഇടയ്ക്ക് വെച്ച് യാത്ര പ്ലാൻ മാറ്റി നേരെ അതിരപ്പള്ളി വാൽപ്പാറ വഴി പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നമ്മുടെ വല്ലം കുറിച്ചിലക്കോട് റോഡിൽ തോട്ടുവ ഇറക്കം കഴിയുമ്പോൾ തങ്കപ്പഞ്ചേൻ്റെ ഒരു കടയുണ്ട്, ചെറിയൊരു കടയുണ്ട്, ചെറിയൊരു ഹോട്ടൽ. അവിടെ കയറി എന്തെങ്കിലും കഴിക്കാം എന്ന് വിചാരിച്ച് ഇറങ്ങി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല കല്ലിൽ ചുട്ട അപ്പവും ബീഫ് റോസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഇപ്പോൾ കടകളിലൊക്കെ നമുക്കറിയാം ഈ ഹോൾസെയിലായിട്ടൊക്കെ വന്ന് അപ്പോൾ ഇടിയപ്പമൊക്കെ വന്നിട്ട് ഇതല്ലേ, ഇത് അങ്ങനെയല്ല. തങ്കപ്പഞ്ചേട്ടൻ അവിടെ ഉണ്ടാക്കിയ അപ്പമാണ്. എന്താണെങ്കിലും ഞങ്ങളത് കഴിച്ചു, വയറിറച്ച് ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. നല്ല അപ്പമായിരുന്നു, നല്ല ബീഫ് റോസ്റ്റും. ചായയും കുടിച്ചു. വേറെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ അവിടെ. ഈ വളരെ ചുരുങ്ങിയത് മാത്രമേ ഉള്ളൂ. പിന്നെ പുഴുങ്ങിയ മുട്ട അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളേ ഉള്ളൂ. എന്താണെങ്കിലും അത് നല്ല സംതൃപ്തിയോടുകൂടി നമുക്ക് കഴിക്കാൻ പറ്റി. അപ്പോൾ ഇസ്രായേലിൽ നിന്ന് സോജാപ്പിയും വന്നിട്ടുണ്ട്. സോജാപ്പി സ്മരിച്ച് അന്തോണിച്ചനും ഉണ്ടായി, പിന്നെ ചക്കോസും ഉണ്ടായി. ഞങ്ങൾ എന്താണെങ്കിലും കാലത്തെ വളരെ ഭംഗിയായിട്ട് ആസ്വദിച്ച് കഴിച്ചു. തങ്കപ്പഞ്ചേട്ടനായിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു, രാധമ്മ ചേച്ചിയും വിശേഷങ്ങളൊക്കെ പറഞ്ഞു, മക്കളുടെ വിവരങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം അവിടുത്തെ വർത്തമാനത്തിനൊക്കെ ശേഷം എന്താ പറയുക, ഇതാണ്ട് അവിടുത്തെ പെട്ടി. അവിടെ പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നുമില്ല. കുറച്ച് മുട്ട ഇരിക്കുന്നുണ്ട്, പിന്നെ ആ ബേസണിൽ മൂടി വെച്ചേക്കണ അപ്പം ബീഫും, അതാണ് മെയിനായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. ഒരു ചെറിയ ഹോട്ടൽ വീടിൻ്റെ മുമ്പിൽ തന്നെ. എന്താണേലും അവർ ഇപ്പോഴും ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത് ജീവിക്കുന്നു. നമുക്ക് തരുന്ന ഭക്ഷണം കഴിച്ച് നമ്മളും സംതൃപ്തിയോടുകൂടി അവിടെ നിന്ന് ഇറങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ വണ്ടിയിൽ കയറാൻ നേരത്താണ് ചേച്ചി പറഞ്ഞ സോജാപ്പി വന്നില്ല എന്ന് പറഞ്ഞത്. അപ്പം ഞാനും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സോജാപ്പി തുളസിക്കതിരൊക്കെ കിള്ളാൻ പോയിട്ടുണ്ട്. അപ്പം സ്മൃതി ചേച്ചിയുടെ തലയിൽ ചൂടാനായിരിക്കുമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ അത് പുള്ളി പറിച്ചിട്ട് നേരെ വന്ന് കഴുകണൊക്കെ ഉണ്ടായി. അപ്പോൾ എന്താണെന്ന് വിചാരിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ പുള്ളി പഴയ കാർന്നോന്മാരൊക്കെ ഭക്ഷണത്തിന് ശേഷമൊക്കെ മുറുക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ കിള്ളി കൊണ്ടുവന്ന് തുളസിക്കതിരൊക്കെ കഴുകി വായിലിട്ട് ചവയ്ക്കുണ്ടായിരുന്നു. എന്താണേലും ആരോഗ്യത്തിന് നല്ലതായിരിക്കാം, ഔഷധമാണല്ലോ തുളസി. സോജാപ്പി തുളസിയും കഴിച്ചു. ഞങ്ങൾ നേരെ വന്ന് വണ്ടിയിലും കയറി യാത്ര തുടങ്ങാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് കാലടി പ്ലാന്റേഷൻ വഴിയാണ് കേട്ടോ അതിരപ്പള്ളിക്ക് പോകുന്നത്. ഇന്നലെ രാത്രി ഞങ്ങൾ പ്ലാന്റേഷൻ വഴി പോയെങ്കിലും കണ്ണിമംഗലത്ത് രാത്രി ആനയുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല. ആ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തെത്തിയപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്നു. രാത്രി പേടിയായിട്ട് തിരിച്ചിങ്ങ് പോന്നു. എന്താണെങ്കിലും ഇന്നും നിരാശപ്പെടുത്തിയില്ല. ഞങ്ങൾക്ക് 2 സ്ഥലത്ത് ആനേനെ കാണാൻ പറ്റി. ഒരു 5-6 വെച്ചിട്ടുള്ള കൂട്ടങ്ങളായിരുന്നു. 2 സ്ഥലത്ത് നമുക്ക് ആസ്വദിച്ച് നിന്ന് കാണാൻ പറ്റി. ഇത് കാലടി പ്ലാന്റേഷനാണ് കേട്ടോ. നമ്മുടെ അതിരപ്പള്ളി എത്തുന്നതിന് മുമ്പുള്ള സ്ഥലങ്ങളിലാണ്. വലിയ ശല്യമൊന്നുമില്ലാതെ സുഖമായിട്ടൊന്ന് കാണാനൊക്കെ പറ്റി. അത് കഴിഞ്ഞ് മയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. മയിലിൻ്റെ വീഡിയോ എടുക്കാൻ വന്നപ്പോഴേക്കും മയിൽ പോയായിരുന്നു. 2 സ്ഥലത്തും ഒരു കുഞ്ഞു ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം കേട്ടോ കണ്ടു. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ടൊക്കെ സോജാപ്പിനെ ഏൽപ്പിച്ച് പോയതാ. പക്ഷേ സോജാപ്പിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ അറിയില്ല, വീഡിയോ എടുക്കാൻ എന്തോ വിട്ടുപോയതോ അതേ ഫോണിൽ കാണുന്നില്ല എന്ന് പറഞ്ഞു. എങ്കിലും ചാർപ്പ വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടോ, നല്ല രസമുണ്ട്. ഞാൻ ആദ്യമായിട്ട് ആ വഴി പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വണ്ടി നിർത്തി കാണുന്നതൊക്കെ കേട്ടോ. നല്ല രസമുണ്ട്, ഭംഗിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. കാരണം ഒരു വേറെ സെപ്പറേറ്റ് പാലം അതിന് ക്രോസ് ചെയ്ത് ടൂറിസത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. നന്നായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ അടുത്തത് വാൽപ്പാറ വഴി ആളിയാർ വഴി തിരിച്ചു വരാമെന്നും പറഞ്ഞാണ് ഞങ്ങൾ പോയത്. അപ്പോൾ എന്താണേലും ചെറിയ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര തുടരാണ്. അടുത്ത യാത്രയുടെ വിശേഷങ്ങൾ, ഇപ്പോൾ വാൽപ്പാറ റോഡിലേക്കൊക്കെ പോയിട്ടുള്ള യാത്രാ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.